ഹലോ ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രൊഡിക്ഷൻ ലിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദയവായി ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബിഗ് ബോസ് സീസൺ 8 എല്ലാവിധ പുതിയ അപ്ഡേറ്റ്സിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ എല്ലാ ദിവസവും വോട്ടിംഗ് അപ്ഡേറ്റ്സും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. ആരൊക്കെയാണ് പിൻപിൽ എന്നെല്ലാം ഈ ചാനലിൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. രാഹുൽ ഈശ്വറാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂര്യ ടി വിയിലെ ആദ്യത്തെ ബിഗ് ബോസ് എന്ന പേരിൽ നടന്നുകൊണ്ടിരുന്ന കേരള ഹൗസിലെ വിന്നർ കൂടിയായിരുന്നു രാഹുൽ ഈശ്വർ. അടുത്ത പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ രണ്ടാമതായിട്ടുള്ളത് സിദ്ധാർത്ഥ പ്രഭുവാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തട്ടിമുട്ടിയിലെ ആർട്ടിസ്റ്റാണ് സിദ്ധാർത്ഥ പ്രഭു. ഒരു കടുത്ത മത്സരാർത്ഥി തന്നെയായിരിക്കും സിദ്ധാർത്ഥ പ്രഭു. ഏകദേശം ഉറപ്പായൊരു കണ്ടസ്റ്റൻ്റാണ് സിദ്ധാർത്ഥ പ്രഭു. മൂന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ LGBTQ വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് ജാസിയാണ് മൂന്നാമതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അടുത്ത കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് അവർക്ക് സുപരിചിതനായ ആങ്കറായ റോഹൻ ലോണയാണ് നാലാമത്തെ കണ്ടസ്റ്റൻ്റായിട്ടുള്ളത്. അടുത്ത കണ്ടസ്റ്റൻ്റായിട്ട് ജെസ്സിലയാണ്. ജെസ്സില നമുക്കെല്ലാവർക്കും അറിയാം, ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ മാജിക്കിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു ജെസ്സില. അതുപോലെ തന്നെ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കോൺട്രവേഴ്സിയൊക്കെ ജെസ്സിലയുടെ വീഡിയോയിലൊക്കെ നടന്നിരുന്നു. അടുത്തതായിട്ട് ഇൻഫ്ലുവൻസറായിട്ടുള്ള ഹെലോസ് പാട്ടയാണ്. നമുക്കറിയാം ഈയിടെയായിട്ട് കുറച്ച് കോൺട്രവേഴ്സിയും കേസുമൊക്കെ ആയിട്ട് ഹെലോസ് പാട്ട നിറനിന്നിരുന്നു. എന്തായാലും ബിഗ് ബോസിൽ നമുക്ക് ഹെലോസ് പാട്ടയെ പ്രതീക്ഷിക്കാം ഈ പ്രാവശ്യത്തെ. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് പ്രിയങ്ക അനൂപാണ്. പ്രിയങ്ക അനൂപിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പഴയ സിനിമകൾ തൊട്ടേ നമ്മൾ കണ്ട് പരിചയിച്ചതാണ് പ്രിയങ്ക അനൂപിനെ. അതുപോലെ തന്നെ ഇപ്പം സീരിയലുകളിലാണെങ്കിലും പ്രിയങ്ക അനൂപ് വളരെ സജീവമാണ്. ഏകദേശം ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് പ്രിയങ്ക അനൂപ്. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആദിത്യ ജയനാണ്. ആദിത്യ ജയനെ നമുക്ക് വളരെ സുപരിചിതനാണ്. നിരവധി സീരിയലുകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം കൺഫേമായ ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ആദിത്യ ജയൻ. അടുത്ത കണ്ടസ്റ്റൻ്റായിട്ട് അൽഫുഡി സൂരജാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം റീച്ചുള്ള ഒരാളാണ് അൽഫുഡി സൂരജ്. മോസ്റ്റ് പ്രോബബ്ലി വരാനുള്ള ചാൻസ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അൽഫുഡി സൂരജ്. പത്താമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ളത് അമൃത നായരാണ്. അമൃത നായർ സീരിയൽ രംഗത്ത് വളരെ സജീവമായിട്ടുള്ളൊരു നായിക കൂടെയാണ്. അമൃത നായർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഈ സീസണിൽ അമൃത നായർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാവുന്നത് തന്നെയാണ്. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഗ്രാമഗംഗയാണ്. കഴിഞ്ഞ സീസണിൽ വരുമെന്നൊക്കെ നമ്മൾ ഒത്തിരി പ്രൊഡിക്റ്റ് ചെയ്തൊരു കണ്ടസ്റ്റൻ്റാണ്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. പന്ത്രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് ഗായത്രി സുരേഷാണ്. ഗായത്രി സുരേഷ് ഉറപ്പായിട്ടുമുണ്ടോ എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു പ്രഡിക്ഷനാണ്.
കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലും ഗായത്രി സുരേഷ് വരുമെന്ന് നമ്മൾ ഓർത്തായിരുന്നു. പക്ഷെങ്കിൽ ഗായത്രി സുരേഷ് നോയാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അത്യാവശ്യം സുപരിചിതയാണ് ഗായത്രി സുരേഷ്. ജമുന പ്യാരി അങ്ങനെ 2-3 സിനിമയിലൊക്കെയും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിരവധി ട്രോളുകളൊക്കെ ഏറ്റുവാകുന്ന കൂട്ടത്തിലാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് വിനു വിജയാണ്. വിനു വിജയ് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം അനുമോളെയൊക്കെ ജയിപ്പിക്കാനായിട്ട് PR നടത്തിയ വിനു വിജയാണെന്നും അതുപോലെ തന്നെ അഖിൽമാരാർ, റൂബിന് അങ്ങനെയുള്ളവർക്കെല്ലാം PR നടത്തിയതെല്ലാം വിനു വിജയാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഒത്തിരി കോൺട്രവേഴ്സിയൊക്കെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. മിക്കവാറും ഈ വർഷത്തെ ബിഗ് ബോസിൽ വിനു വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് സഞ്ജു ടെക്കിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വണ്ടിക്കകത്ത് വെള്ളം നിറച്ച് ഒരു കേസൊക്കെ ആയിട്ട് കോൺട്രവേഴ്സി നടത്തിയ ഒരു ഇൻഫ്ലുവൻസറാണ് സഞ്ജു ടെക്കി. ഇപ്പോൾ നിലവിൽ അത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ഈ ബിഗ് ബോസിൽ വരാനുള്ള അത്യാവശ്യം ചാൻസ് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയും ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ സഞ്ജു ടെക്കിയുടെ പേരും ഒത്തിരി കേൾക്കുന്നുണ്ട്. അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഷഫീന ബീവിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പം സുപരിചിതയാണ് ഷഫീന ബീവി. ഈയിടയ്ക്ക് മഞ്ജുപിള്ളയുടെ മകളുമായിട്ടുള്ള പുള്ളിക്കാരിയുടെ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ കുറച്ച് വിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു ഷഫീന ബീവി. ഷഫീന ബീവിയും ബിഗ് ബോസിലോട്ട് വരാനുള്ള ചാൻസ് കുറവാണെങ്കിൽ പോലും നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ കുറേ നമ്മളിപ്പം കാണുന്നുണ്ട് ഷഫീന ബീവിയെ. അടുത്തതായി ആക്ട്രസ്സായ ആലിസ് ക്രിസ്റ്റിയാണ്. ചില സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലും സജീവമാണ് ആലിസ് ക്രിസ്റ്റി. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോസ്റ്റ് പ്രോബബിൾ വരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് ആലിസ് ക്രിസ്റ്റിക്ക്. അവസാനമായി നമ്മുടെ ലിസ്റ്റിലുള്ളത് സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഇതുവരെയായിട്ടും ഒഫീഷ്യലായിട്ടോ അൺഒഫീഷ്യലായിട്ടോ ഒന്നും വന്നിട്ടില്ല ബിഗ് ബോസിൽ വരുമോ ഇല്ലയോ ഉള്ളതെന്നുള്ളത്. വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരിക്കും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന മത്സരാർത്ഥികൾ തന്നെയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ വരുവാണെന്നുണ്ടെങ്കിൽ. ദയവായി നിങ്ങൾ ആർക്കൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ലിസ്റ്റിലോ ആർക്കെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.